നമസ്കാരം. 1994 ജൂൺ 5 അന്ന് ഒരു ഞായറാഴ്ചയാണ്. ക്രിസ്റ്റൈൻ സ്കൂപ്പിഷ് അവരുടെ കാറിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാറിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞതും ക്രിസ്റ്റ്യൻ മകൻ നിക്കിയെ മുൻവശത്തെ പാസഞ്ചർ സീറ്റിൽ ഇരുത്തിയതിനു ശേഷം ഡ്രൈവിംഗ് സീറ്റിലേക്ക് വന്നു. ഡ്രൈവിംഗ് സീറ്റിലേക്ക് അവൾ കയറുമ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമുണ്ട്. അവൾ അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ കൂടിയായ അവളുടെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് താമസം മാറ്റാനുള്ള ഒരുക്കത്തിലാണ്. അതിൻ്റെതായ ഒരു സന്തോഷമാണ് ക്രിസ്റ്റ്യൻ്റെ മുഖത്ത് കാണാനുള്ളത്. ശരിക്കും സന്തോഷത്തോടു കൂടി ക്രിസ്റ്റ്യൻ നിക്കിനോട് സംസാരിച്ചുകൊണ്ട് കാറ് സാവധാനം ഡ്രൈവ് ചെയ്തു തുടങ്ങി. കാലിഫോർണിയയിലെ പ്ലാസർ വില്ലയാണ് ക്രിസ്റ്റ്യൻ്റെ ലക്ഷ്യം. 24 വയസ്സുള്ള ക്രിസ്റ്റ്യനും അവളുടെ 3 വയസ്സുള്ള മകൻ നിക്കും ശരിക്കും സന്തോഷത്തോടു കൂടി ആ നെവാഡ മേഖലയിലെ മലകൾക്കിടയിലൂടെ കടന്നു പോകുന്ന ആ ഹൈവേയിലൂടെ അങ്ങനെ യാത്ര ചെയ്യുകയാണ്. അവർ വീട്ടിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ ആ യാത്ര കണ്ട അയൽക്കാർക്കൊക്കെ ശരിക്കും സന്തോഷത്തോടുകൂടി ക്രിസ്റ്റ്യനും മകൻ നിക്കും അവരുടെ പുതിയ താമസത്തേക്ക് എത്തിച്ചേരുമെന്ന് നല്ല ഉറപ്പാണ്. അതിൻ്റെതായ ഒരു സന്തോഷം അയൽക്കാരുടെയൊക്കെ മുഖത്തുണ്ടായിരുന്നു. പ്ലാസർ വില്ലയിലേക്ക് ക്രിസ്റ്റ്യൻ യാത്ര തിരിച്ച് 3 ദിവസം കഴിഞ്ഞപ്പോൾ ക്രിസ്റ്റ്യന്റെ രണ്ടാം അച്ഛൻ ഡേവിന് ഒരു ഫോൺ കോൾ ലഭിച്ചു. ക്രിസ്റ്റ്യന്റെ ഒരു സുഹൃത്താണ് ഡേവിനെ വിളിച്ചത്. ക്രിസ്റ്റ്യനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ആ സുഹൃത്ത് ഡേവിനെ വിളിച്ചത്. ഡേവിനോട് ക്രിസ്റ്റ്യനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഡേവ് ക്രിസ്റ്റ്യന്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഹേയ്, ക്രിസ്റ്റ്യൻ ഇപ്പോൾ പ്ലേസർ വില്ലയിലാണ്. സാർ, ഞാൻ പ്ലേസർ വില്ല എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ക്രിസ്റ്റ്യൻ എത്തിയിട്ടില്ല. പ്ലാസർ വില്ലയിൽ ക്രിസ്റ്റ്യൻ എത്തിയിട്ടില്ല എന്നുള്ള ക്രിസ്റ്റ്യന്റെ സുഹൃത്തിന്റെ അഭിപ്രായം ഫോണിലൂടെ കേട്ട ഡേവിന്റെ കയ്യിൽ നിന്ന് ശരിക്കും ഫോൺ താഴേക്ക് വീഴുകയായിരുന്നു. ഡേവിന് ആ വാർത്ത അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചതാണ്. ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയ ഡേവ് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് പോലീസിനെ ഇൻഫോം ചെയ്തു. അയാളുടെ മകളെയും ചെറുമകനെയും കാണാനില്ല എന്ന വിവരമാണ് ഡേവ് പോലീസിന് റിപ്പോർട്ട് ചെയ്തത്. പോലീസിനെ വിവരം അറിയിച്ചതിന് ശേഷം ഡേവ് ക്രിസ്റ്റ്യൻ യാത്ര ചെയ്ത വഴിക്ക് ഇരുഭാഗത്തുമുള്ള ഹോസ്പിറ്റലുകളുടെ ലിസ്റ്റ് എടുത്ത് ആ ആശുപത്രികളിലൊക്കെ വിളിച്ച് വിവരം തിരക്കുകയാണ്. ക്രിസ്റ്റ്യനെ കുറിച്ചോ നിക്കിയെ കുറിച്ചോ എന്തെങ്കിലും വിവരമുണ്ടോ എന്നാണ് അദ്ദേഹം ആശുപത്രിയിൽ വിളിച്ച് തിരക്കുന്നത്. വഴിക്ക് വെച്ചെങ്ങാനും കാർ ആക്സിഡന്റ് ആയി അവരെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തായിരിക്കുമെന്നുള്ള ഒരു ഫീല് ഡേവിന് ഉണ്ടായത് കൊണ്ടാണ് ഡേവ് ഉടൻ തന്നെ ആശുപത്രികളെ കോൺടാക്ട് ചെയ്തത്. പക്ഷേ ഡേവ് എത്ര ശ്രമിച്ചിട്ടും ക്രിസ്റ്റ്യനെ കുറിച്ചോ നിക്കിയെ കുറിച്ചുമുള്ള ഒരു വിവരവും ആശുപത്രികളിൽ നിന്ന് ഡേവിന് കിട്ടിയതുമില്ല. ഡേവ് പറഞ്ഞ ശൈലിയിലുള്ള ആരും തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ ഹോസ്പിറ്റലുകളിൽ ഒന്നിലും വന്നിട്ടില്ല എന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയതും ഡേവ് ശരിക്കും വളരെ അസ്വസ്ഥനായി. എന്നാൽ ഇതേ സമയത്ത് ക്രിസ്റ്റ്യന്റെ മറ്റൊരു ബന്ധു കാരൻ നിക്കോൾസിന് വല്ലാത്തൊരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണ്. ആ അസ്വസ്ഥത തുടങ്ങുന്നത് തിങ്കളാഴ്ച രാവിലെയാണ്. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് ക്രിസ്റ്റ്യൻ മകനെ ഒന്നിച്ച് കാലിഫോർണിയയിലേക്ക് ആ നെവാഡ മൗണ്ടനിലൂടെ യാത്ര തിരിച്ചത്. അവർ യാത്ര തിരിച്ച് ഏകദേശം ഒരു 16-18 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കാരൻ നിക്കോൾസ് അസ്വസ്ഥയോടെ ഞെട്ടി ഉണരുകയായിരുന്നു. കാരൻ നിക്കോൾസ് ഞെട്ടി ഉണരാനുള്ള കാരണം അവൾ കണ്ട സ്വപ്നങ്ങളാണ്. ഭയപ്പെടുത്തുന്ന സ്വപ്നമാണ് കാരൻ കണ്ടിരിക്കുന്നത്. ആ സ്വപ്നം കണ്ട നിമിഷം മുതൽ കാരൻ വളരെ അസ്വസ്ഥയാണ്. കാരന് ഒരു പ്രത്യേക ശേഷിയുണ്ട്. സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യം മുൻകൂട്ടി കാണാനുള്ള ഒരു അസാധ്യ ശേഷിയാണ് കാരനുള്ളത്. കാരന്റെ ഒരു അടുത്ത ബന്ധുവിന് ക്യാൻസർ വന്ന കാര്യം കാരൻ സ്വപ്നം കണ്ട് കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ആ ബന്ധു ഹോസ്പിറ്റലിൽ ചെല്ലുന്നതും ചെക്ക് ചെയ്യുന്നതും ക്യാൻസർ ഉണ്ടെന്ന് തിരിച്ചറിയുന്നതും. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം മുൻകൂട്ടി കാണുന്ന ഒരു സ്വഭാവം കാരന് ഉള്ളതുകൊണ്ട് അവൾ കണ്ട സ്വപ്നം കാരന് ശരിക്കൊന്ന് ഉലച്ചു. കാരൻ കണ്ട സ്വപ്നത്തിൽ കാരൻ ഒരു കാറിന്റെ ബാക്ക് സീറ്റിൽ ഇരിക്കുകയാണ്. ഒരു മലഞ്ചെരുവിലെ ഹൈവേയിലൂടെ പാഞ്ഞു പോകുന്ന ഒരു കാറിന്റെ പുറകു സീറ്റിൽ കാരൻ ഇരിക്കുന്നതായിട്ടാണ് കാരൻ കാണുന്നത്. ആ കാറ് ശരിക്കും വളവും തിരിവുമുള്ള ഒരു റോഡിലൂടെയാണ് കടന്നു പോകുന്നത്. ആ സ്വപ്നം ആദ്യമായിട്ട് കാരൻ കണ്ടത് തിങ്കളാഴ്ച അതിരാവിലെയാണ്. ആ സ്വപ്നം അതുപോലെ തന്നെ പിറ്റേ ദിവസം, അതായത് ചൊവ്വാഴ്ച വീണ്ടും ആവർത്തിക്കപ്പെട്ടു. ഒരു മാറ്റവുമില്ലാതെ തലേദിവസം കണ്ട സ്വപ്നം അതുപോലെ ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ്. 2 ദിവസം തുടർച്ചയായി ഒരേ സ്വപ്നം കണ്ടതോടുകൂടി കാരൻ ശരിക്കും അസ്വസ്ഥയായി. കാരൻ പലപ്പോഴും സ്വപ്നം കാണുന്ന കാര്യം പിന്നീട് സംഭവിച്ച് കാണാറുള്ളത് കൊണ്ടാണ് കാരന് ഒരു വല്ലാത്ത അസ്വസ്ഥ ഫീൽ ചെയ്ത് തുടങ്ങിയത്. ശരിക്കും വളവും തിരിവുമുള്ള ഒരു റോഡിലൂടെ മലയുടെ മുകളിലേക്ക് കടന്നു പോകുന്ന ഒരു കാറിൽ
പുറകു സീറ്റിൽ ഇരിക്കുന്നതായി 2 തവണ കണ്ട കാരൻ 3-ാമത്തെ ദിവസം രാത്രി, അതായത് ചൊവ്വാഴ്ച ദിവസം രാത്രി, ആ സ്വപ്നം കുറച്ചുകൂടി വിശാലമായി കണ്ടു. 3-ാമത്തെ ദിവസം കരൺ കാണുന്ന സ്വപ്നത്തിൽ കരൺ വനപ്രദേശത്തുള്ള ഒരു വീടിനകത്ത് നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. വീടിന്റെ ജനാലയിലൂടെ ശക്തമായി വീശുന്ന കാറ്റിലേക്ക് നോക്കി നിൽക്കുകയാണ് കരൺ. കരൺ ആ ജനാലയിൽ കൂടി നോക്കി നിൽക്കുമ്പോൾ തന്നെ കാറ്റിന്റെ ശക്തി കൂടുകയും ആ കാറ്റ് ഒരു കൊടുങ്കാറ്റിന്റെ ശൈലി ആർജിക്കുകയും ചെയ്തു. ആ കാറ്റ് അതിശക്തമായി മരങ്ങളിലും ആ വീടിന് ചുറ്റുമുള്ള കോമ്പൗണ്ട് വാളിലും അതുപോലെ ആ വീട്ടിലും ആഞ്ഞടിക്കുന്നതായിട്ടാണ് കരൺ സ്വപ്നത്തിൽ കണ്ടത്. കാറ്റടിച്ചതിന്റെ ഫലമായിട്ട് ഗ്ലാസുകൾ പൊട്ടുന്നതും അതുപോലെ മെറ്റൽ തമ്മിൽ തട്ടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമൊക്കെ വ്യക്തമായി കരൺ കേട്ടു. തീപ്പൊരികൾ ചിതറുന്നതും കരണ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ആ കൊടുങ്കാറ്റിൽ ആടി ഉലഞ്ഞ് തകർന്ന തരിപ്പണമായ മരങ്ങൾക്കിടയിലായി നിക്കിയെ കരൺ കണ്ടത്. നിക്കി വീടിന്റെ മുൻവശത്ത് മുറ്റത്ത് നിൽക്കുന്നതായിട്ടാണ് കരണ് കാണാൻ പറ്റുന്നത്. നിക്കി നിൽക്കുന്നതിന് ചുറ്റുമായി അതിശക്തമായി കാറ്റടിക്കുകയാണ്. ആ കാറ്റിൽ പൊട്ടിവീണ ഗ്ലാസും അതുപോലെ മെറ്റൽ കഷ്ണങ്ങളും തടി കഷ്ണങ്ങളും ഒക്കെ നിക്കിക്ക് ചുറ്റുമായി പറന്നു നടക്കുന്നതും കരണ് വ്യക്തമായി കാണാം. അതേ സമയത്ത് തന്നെ കരൺ മറ്റൊരു കാഴ്ച കൂടി കണ്ടു. നിക്കിക്ക് ചുറ്റുമായി അതിശക്തമായി കാറ്റടിക്കുകയാണ്. മരക്കഷ്ണങ്ങളും ഇരുമ്പ് കഷ്ണങ്ങളും അതുപോലെ ഗ്ലാസും ഒക്കെ നിക്കിക്ക് ചുറ്റുമായി അങ്ങനെ പറക്കുന്നുണ്ട്. അതിനും അപ്പുറത്ത് ആ കാറ്റിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് നിക്കിയുടെ അടുത്തേക്ക് വരാനായി ശ്രമിക്കുന്ന ക്രിസ്റ്റിനെയാണ് ഇപ്പോൾ കരൺ കാണുന്നത്. ക്രിസ്റ്റിന് മകൻ നിക്കിയെ രക്ഷിക്കണമെന്നുണ്ട്. പക്ഷേ അവളുടെ കാലിൽ ചെരുപ്പുകളില്ല. തറയിലാണെങ്കിൽ നിറയെ കൊപ്പിച്ചില്ലുകളും മെറ്റൽ കഷ്ണങ്ങളാണ് ഉള്ളത്. നഗ്നബാധയായി ക്രിസ്റ്റിന് അവിടേക്ക് കടക്കാൻ പറ്റില്ല. കരൺ നോക്കി നിൽക്കേ ക്രിസ്റ്റിന് ചുറ്റും നോക്കുന്നതും ക്രിസ്റ്റിന് പെട്ടെന്ന് അവളുടെ ഷൂ കാണുന്നതും കരൺ കാണുന്നുണ്ട്. പെട്ടെന്ന് ക്രിസ്റ്റിൻ അവളുടെ ഷൂ എടുത്ത് ധരിച്ചുകൊണ്ട് നിക്കിക്ക് നേരെ ഓടി അടുക്കുന്നതാണ് കരൺ കണ്ടത്. ആ കാഴ്ച കണ്ട കരണം നിക്കിക്ക് നേരെ ഓടുമ്പോഴേക്കും ക്രിസ്റ്റിൻ ഓടി നിക്കിയുടെ അടുത്തെത്തുകയും നിക്കിയെ കെട്ടിപ്പിടിക്കുകയും ചെയ്തു. നിക്കി കെട്ടിപ്പിടിച്ചിരിക്കുന്ന ക്രിസ്റ്റിനെ കണ്ടുകൊണ്ടാണ് കരൺ ഓടി വരുന്നത്. കരൺ ഓടി ക്രിസ്റ്റിന്റെ അടുത്തേക്ക് വരുമ്പോൾ ശരിക്കും കരനെ അത്ഭുതപ്പെടുത്തിയത് ക്രിസ്റ്റിന്റെ ആ രൂപമാണ്. ക്രിസ്റ്റിന്റെ രൂപം ശരിക്കും ട്രാൻസ്പാരന്റ് ആണ്. അവളുടെ ബോഡി ശരിക്കും സുതാര്യമാണ്. അമ്പരന്ന് പോയ കരൺ ക്രിസ്റ്റിനോട് ചോദിച്ചു, ക്രിസ്റ്റിൻ, നിനക്ക് പ്രശ്നമല്ലോ ഉണ്ടോ? കരൺ അങ്ങനെ ചോദിച്ചപ്പോൾ ക്രിസ്റ്റിൻ ഉടനെ മറുപടി പറഞ്ഞു, അതെ, എനിക്ക് പ്രശ്നമുണ്ട്. ക്രിസ്റ്റിൻ, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? വീണ്ടും കരൺ ചോദിച്ചു. ക്രിസ്റ്റിൻ വീണ്ടും ആ മറുപടി പറഞ്ഞു, അതെ, എനിക്ക് പ്രശ്നമുണ്ട്. ക്രിസ്റ്റിൻ രണ്ടാമതും ആ മറുപടി പറഞ്ഞതും കരൺ ഞെട്ടി ഉണർന്നു. ശരിക്കും ഞെട്ടി ഉണർന്ന കരന്റെ ശരീരം മുഴുവൻ ഉയർത്തിട്ടുണ്ട്. താൻ കണ്ട സ്വപ്നം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് കരണ് ഒരു പിടിയില്ല. കരൺ ഞെട്ടി ഉണർന്നതും ഫോൺ ബെല്ലടിച്ചതും ഒരേ നിമിഷത്തിലാണ്. സമയം ബുധനാഴ്ച അതിരാവിലെയാണ്. കരണ് ലഭിച്ച ഫോണ് ക്രിസ്റ്റിന്റെ സ്റ്റെപ്പ് ഫാദറിന്റെയാണ്. ക്രിസ്റ്റിനെയും നിക്കിയും കാണാനില്ല എന്നുള്ള ഇൻഫോർമേഷനാണ് ക്രിസ്റ്റിന്റെ സ്റ്റെപ്പ് ഫാദർ ഡേവ് കരണുമായി ആ നിമിഷത്തെ പങ്കുവച്ചത്. താൻ കഴിഞ്ഞ 3 ദിവസം കണ്ട സ്വപ്നവും അതിരാവിലെ കേട്ട ആ വാർത്തയും തമ്മിൽ വല്ലാതെ ബന്ധിപ്പിക്കപ്പെടുന്നത് അപ്പോഴാണ് കരൺ മനസ്സിലാക്കുന്നത്. എന്താണ് ക്രിസ്റ്റിന് സംഭവിച്ചതെന്നതിനെ കുറിച്ച് കരണ് പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ല. പക്ഷെ എന്തോ അസ്വാഭാവികമായത് ക്രിസ്റ്റിനും നിക്കിക്കും സംഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കരണ് സംശയമൊന്നുമില്ല. ആ സംശയം കരന്റെ ഉള്ളിലുള്ളപ്പോഴാണ് ഷെരീഫും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണവുമായി രംഗത്തിറങ്ങുന്നത്. അവർ സകല സ്ഥലവും അരിച്ചു പറക്കി തുടങ്ങി. ക്രിസ്റ്റിൻ യാത്ര ചെയ്ത അവളുടെ വീട് മുതൽ അവൾ കടന്നുപോയിരിക്കാൻ സാധ്യതയുള്ള മുഴുവൻ സ്ഥലവും ഷെരീഫും ടീമും അരിച്ചു പറക്കുകയാണ്. ഹൈവേ 50 നെവാഡ മലയിൽ കൂടി കടന്നു പോകുന്ന ഹൈവേ. ആ ഹൈവേയിലൂടെ ആകണം പ്ലാസർ വില്ലയിലേക്ക് പോകാൻ ക്രിസ്റ്റിൻ ശ്രമിച്ചിരിക്കുക. അതുകൊണ്ട് തന്നെ ആ ഹൈവേയും പരിസരവുമാണ് ഷെരീഫും ടീമും മറ്റ് സന്നദ്ധ സേവരും ഒക്കെ അന്വേഷണത്തിന് വിധേയമാക്കുന്നത്. അന്വേഷണത്തിന്റെ ഭാഗമായ എല്ലാവരുടെ കയ്യിലും നിക്കിയുടെയും അതുപോലെ ക്രിസ്റ്റിന്റെയും ചിത്രങ്ങളുണ്ട്. ക്രിസ്റ്റിയുടെയും നിക്കിയുടെയും ഫോട്ടോ പ്രിന്റ് ചെയ്ത നോട്ടീസുകളും പ്ലക്കാർഡുകളൊക്കെ അന്വേഷണത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. റോഡിലൂടെ കടന്നു പോകുന്ന ആളുകളെ ആ ഫോട്ടോ കാണിച്ച് ആ ഫോട്ടോ കാണുന്ന അമ്മയും മകനെയും എവിടെയെങ്കിലും കണ്ടു എന്നുള്ള ചോദ്യമാണ് അന്വേഷകർ അതുവഴി കടന്നു പോകുന്ന ആളുകളോട് ചോദിക്കുന്നത്. തുടർച്ചയായി 3 ദിവസം കരൺ കണ്ട സ്വപ്നം കരൺ ശരിക്കും വ്യക്തമായി അനലൈസ് ചെയ്തിരിക്കുകയാണ്.
ആ സ്വപ്നം അനലൈസ് ചെയ്തപ്പോൾ കരണ് ഒരു കാര്യം ബോധ്യമാണ്. സ്വപ്നത്തിൽ കണ്ട ക്രിസ്ത്യൻ ജീവിച്ചിരിപ്പില്ല. അതേ സമയത്ത് ക്രിസ്ത്യന്റെ മകൻ നിക്കി ജീവിച്ചിരിപ്പുണ്ട്. കരൺ അക്കാര്യം ഷെരീഫിനോടും മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരോടും അന്വേഷണത്തിൽ സഹകരിക്കുന്ന ഓളജിയസിനോടൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ശരിക്കും ഒരു അതിശയം തോന്നുകയാണ്. കരൺ പറയുന്ന കഥ അനുസരിച്ചാണെങ്കിൽ ക്രിസ്ത്യൻ മരിച്ചിരിക്കുന്നു. എന്നാൽ ക്രിസ്ത്യന്റെ മകൻ നിക്കി ഇപ്പോഴും ജീവനോടെയുണ്ട്. നിക്കി ജീവനോടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടി ആളുകൾ ശ്രദ്ധിക്കുകയാണ്. നിക്കിക്ക് പ്രായം 3 വയസ്സാണ്. ഇപ്പോൾ സംഭവം നടന്നിട്ട് 3 ദിവസമാകണം. അങ്ങനെയാണെങ്കിൽ ഈ 3 ദിവസവും നിക്കി എങ്ങനെ ആഹാരമില്ലാതെ ആ മഞ്ഞത്ത് പിടിച്ചു നിൽക്കും? ആ ചോദ്യം അന്വേഷകരുടെ മനസ്സിലേക്ക് വരുമ്പോൾ ശരിക്കും ഒരു ഭയം എല്ലാവർക്കും ഉള്ളിൽ തോന്നുന്നുണ്ട്. കരൺ നിക്കോളാസ് എന്തുകൊണ്ട് ആ ശൈലിയിലുള്ള സ്വപ്നം കണ്ടു എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരമുണ്ട്. ക്രിസ്ത്യൻ യഥാർത്ഥത്തിൽ കരന്റെ ശേഷാറിയാണ്. കരന്റെ സഹോദരന്റെ മകളാണ് ക്രിസ്ത്യൻ. പക്ഷേ കരനും ക്രിസ്ത്യനും തമ്മിലുള്ള ബന്ധം ആന്റിയും നീസും തമ്മിലുള്ള ബന്ധമല്ല. അവർ യഥാർത്ഥത്തിൽ സഹോദരിമാരെ പോലെയായിരുന്നു. ക്രിസ്ത്യനോട് കരന് ശരിക്കും വല്ലാത്തൊരു അടുപ്പമുണ്ടായിരുന്നു. അവർ തമ്മിൽ ശരിക്കും സൗഹൃദത്തിലായിരുന്നു. അതുകൊണ്ടാകാം ക്രിസ്ത്യനെ കരൺ സ്വപ്നത്തിൽ കാണാൻ ഇടവന്നത്. ക്രിസ്ത്യനുമായി രക്തബന്ധമുള്ള കരൺ ക്രിസ്ത്യനെ സ്വപ്നത്തിൽ കണ്ടതിൽ പ്രത്യേകിച്ച് അതിശയമൊന്നുമില്ല. എന്നാൽ ഇതേ സമയത്ത് ക്രിസ്ത്യനുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു സ്ത്രീ ക്രിസ്ത്യനെ യഥാർത്ഥത്തിൽ സ്വപ്നത്തിൽ കണ്ടു. അവരുടെ പേര് ഡെബോറ ഹോയ്ത്ത് എന്നാണ്. ഡെബോറ ക്രിസ്ത്യനെ കുറിച്ച് കേട്ടിട്ടേയില്ല. പക്ഷെ വെള്ളിയാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്ന ഡെബോറ ശനിയാഴ്ച അതിരാവിലെ ഞെട്ടി ഉണരുകയാണ്. ഞെട്ടി ഉണർന്ന ഡെബോറയ്ക്ക് പെട്ടെന്ന് ഒരു ആഗ്രഹം. കാറും എടുത്തുകൊണ്ട് പുറത്തോട്ട് പോകാനുള്ള ഒരു ആഗ്രഹമാണ് അവർക്കുണ്ടായത്. എങ്ങോട്ടാണ് പോകേണ്ടത് എന്നതിനെക്കുറിച്ചും അവർക്ക് വ്യക്തമായ ധാരണയുണ്ട്. ആ ധാരണ മനസ്സിലേക്ക് ഉറച്ച ഡെബോറ അടുത്ത് കിടക്കുകയായിരുന്ന ഭർത്താവിനെ കുലുക്കി വിളിച്ചു. ശരിക്കും നേരം പുലർന്നിട്ടില്ല. അതിനു മുമ്പ് ഭർത്താവിനെ കുലുക്കി വിളിച്ച ഡെബോറ അയാളോട് പറഞ്ഞു, എണീക്ക്. ഏയ് ഡെബോറ, എന്താ കാര്യം? നമുക്കൊരു യാത്ര പോകണം. ഇപ്പോഴോ? അതെ, ഇപ്പൊ തന്നെ യാത്ര പോകണം. ഡെബോറ നിർബന്ധിച്ച് അങ്ങനെ പറഞ്ഞതും അയാൾ എണീറ്റു, മുഖം കഴുകി വൃത്തിയായി. ഡെബോറ പറഞ്ഞ അനുസരിച്ച് അയാൾ ഹൈവേ 50 വാഹനം ഓടിച്ചു തുടങ്ങി. ശരിക്കും ആ മനുഷ്യൻ ഭാര്യയുടെ നിർബന്ധം സഹിക്കവയ്യാതെ ആ രാത്രിയിൽ കാർ എടുത്തുപോയതാണ്. ഹൈവേ 50 അവിടെ കാറ് അതിവേഗം പായുമ്പോഴാണ് ബുള്ളിയൻ ബെൻഡ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു വളവിൽ ദൂരെ നിന്നേ ഡെബോറ ഒരു കാഴ്ച കണ്ടു. ആ വളവിൽ റോഡ് സൈഡിൽ പുല്ലിന്റെ പുറത്തായി ഒരാൾ കിടക്കുന്നതായിട്ടാണ് ദൂരെ നിന്നേ ഡെബോറ കണ്ടത്. ദൂരെ നിന്ന് കണ്ട ആ രൂപത്തിലേക്ക് ഡെബോറ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഡെബോറയ്ക്ക് ആദ്യം തോന്നിയത് അതൊരു മാൻക്വിൻ ആയിരിക്കും എന്നാണ്. തുണി ഷോപ്പുകളിലേക്ക് നമ്മൾ വെക്കുന്ന ആ പ്രതിമയുണ്ടല്ലോ, വസ്ത്രം ഇടിപ്പിക്കാനായി വെക്കുന്ന പ്രതിമ, അത്തരത്തിലുള്ള ഒരെണ്ണം അവിടെ കിടക്കുന്നതായിട്ടാണ് ഡെബോറയ്ക്ക് ആദ്യം തോന്നിയത്. പക്ഷെ കാറ് ആ വളവിനടുത്തേക്ക് വരുംതോറും ഡെബോറ ആ കാഴ്ച ഒന്നുകൂടി വ്യക്തമായി കണ്ടു. അത് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ ശരീരത്തിൽ വസ്ത്രങ്ങളില്ല എന്ന് മാത്രം. ആ സ്ത്രീ കിടക്കുന്ന കാണുമ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമാവുന്നുണ്ട്. അവിടെ കിടക്കുന്ന ആ സ്ത്രീക്ക് ജീവനില്ല എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട ഒരു സ്ത്രീയുടെ നഗ്ന ശരീരമാണ് റോഡ് സൈഡിൽ ആ പുല്ലിൽ അങ്ങനെ കിടക്കുന്നത്. ആ കാഴ്ച കണ്ടതും ഡെബോറ ഭർത്താവിനോട് വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടു. നമുക്ക് ആ സ്ത്രീ ആരെന്ന് നോക്കാം എന്ന് ഡെബോറ പറഞ്ഞതും ഭർത്താവ് ഡെബോറോട് പറഞ്ഞു, ഏയ് അത് ഒരു ചതിയാകും. ഈ വനപ്രദേശത്ത് ഇതുവഴി പോകുന്ന വാഹനങ്ങൾ കൊള്ളയടിക്കാനായി ഒരു കെണി ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഡെബോറ എത്ര പറഞ്ഞിട്ടും അവളുടെ ഭർത്താവ് കാർ നിർത്താതെ അതിവേഗം ആ വളവ് കടന്ന് മുന്നോട്ട് ഓടിച്ചു. കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ പെട്രോളും ഗ്യാസും ഒക്കെ നിറയ്ക്കാനുള്ള ഗ്യാസ് സ്റ്റേഷൻ ഉണ്ടെന്നുള്ള കാര്യം ഡെബോറയുടെ ഭർത്താവിന് അറിയാമായിരുന്നു. അയാള് ആ വാഹനം ഓടിച്ച് ആ ഗ്യാസ് സ്റ്റേഷനിലെത്തി അവിടെ കണ്ട ആളുകളോട് കാര്യം പറഞ്ഞു. അതേ സമയത്ത് തന്നെ അയാൾ 911 വിളിച്ച് പോലീസിനെ വിവരം ധരിപ്പിക്കുകയും ചെയ്തു. അല്പസമയം കഴിഞ്ഞതും ഹൈവേ പോലീസ് അവിടെ ആ ഗ്യാസ് സ്റ്റേഷനിലെത്തി. ഹൈവേ പോലീസുമായി ഡെബോറയും ഹസ്ബൻഡും അവർ ആ ബോഡി കണ്ട ഭാഗത്തേക്ക് തിരിച്ചു. ഡെബോറയും ഹസ്ബൻഡും പറഞ്ഞ സ്ഥലത്തേക്ക് ആ ഹൈവേ പോലീസ് അവരുടെ വാഹനത്തിൽ നീങ്ങുമ്പോൾ ഹൈവേ പോലീസിന്റെ ആ വാഹനത്തിലേക്ക് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വന്നു. ആ ഹൈവേയിലൂടെ കടന്നുപോയ ഒരു വാഹനത്തിലെ യാത്രക്കാർ ബുള്ളിയൻ ബെൻഡ് എന്ന് വിളിക്കപ്പെടുന്ന ആ വളവിൽ ഒരു സ്ത്രീയുടെ നഗ്ന ശരീരം കണ്ടുവെന്നാണ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്തത്. ആ വിവരം ആ ഭാഗത്തുണ്ടായിരുന്ന ഹൈവേ പട്രോൾ ടീമിനെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചറിയിച്ചതാണ്. ഡെബോറയും ഭർത്താവും പറഞ്ഞ കാര്യം ഇതാ
വേറൊരു ടീം കൂടി കണ്ടതായി റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ആ ഹൈവേ പോലീസ് ടീം മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ സ്റ്റേഷനിൽ നിന്ന് 2-3 കോളുകൾ കൂടി വന്നു. അതൊക്കെയും നഗ്നയായ ആ സ്ത്രീയുടെ ശരീരം കണ്ട കാര്യത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ്. ആ ഹൈവേയിലൂടെ കടന്നുപോയ അനവധി ആളുകൾ ആ ബോഡി കണ്ടിരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ബോഡി കണ്ടുവെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സ്ഥലം ആ വളവാണെന്ന് ബോധ്യമായതും ഹൈവേ ടീം ഡെബോറയ്ക്കൊപ്പം ആ ഭാഗത്തെത്തി. പോലീസിന് ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് കാഴ്ചക്കാർ കണ്ടിരിക്കുന്ന സ്ത്രീയുടെ പ്രായം ഏകദേശം 20 വയസ്സ് കഴിയുള്ളൂ. കറുത്ത തലമുടിയുള്ള ആ സ്ത്രീ മുടി ബോബ് ചെയ്തിട്ടുണ്ട്. ആ സ്ത്രീയുടെ ശരീരത്തിൽ ഡ്രസ്സ് ഇല്ല. ആ ബോഡി കണ്ട ഭാഗത്തേക്ക് ഹൈവേ പോലീസ് നീങ്ങുമ്പോൾ ഹൈവേ പോലീസിന്റെ മനസ്സിലേക്ക് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞ ആ ഡിസ്ക്രിപ്ഷൻ കടന്നു വരികയാണ്. അവർ തലേ ദിവസമൊക്കെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ക്രിസ്റ്റ്യൻ സ്കൂബിഷിന്റെ ഡീറ്റെയിൽസും ഇപ്പോൾ അതുവഴി കടന്നുപോയ ആളുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആ നഗ്ന ശരീരത്തിന്റെ ഡീറ്റെയിൽസും തമ്മിൽ വല്ലാത്തൊരു സാമ്യം തോന്നുകയാണ്. ഇനി ക്രിസ്റ്റ്യന്റെ ബോഡിയാണോ ആ വളവിൽ കിടക്കുന്നത്? ആ ചോദ്യമാണ് ആ വളവിനെ സമീപിക്കുന്ന സമയത്ത് പോലീസുകാരുടെ മനസ്സിലുണ്ടായിരുന്നത്. ഹൈവേ പോലീസ് ആ വളവിൽ എത്തുമ്പോഴേക്കും ആ ബോഡി കണ്ട ഒത്തിരിയേറെ റിപ്പോർട്ടുകൾ അവർക്ക് കിട്ടിക്കഴിഞ്ഞു. ഹൈവേ പോലീസ് ആ വളവിൽ എത്തുമ്പോൾ പക്ഷേ ബോഡി അവിടെ ഇല്ല. പോലീസിന് ഇൻഫർമേഷൻ കൊടുത്ത ആളുകൾ പറഞ്ഞ അതേ സ്ഥലം പോലീസ് അരിച്ചു പറക്കി തുടങ്ങി. പോലീസിനെ സഹായിക്കാനായി ഒത്തിരിയേറെ സന്നദ്ധ പ്രവർത്തകരും എത്തി. ആ റോഡിലൂടെ കടന്നു പോവുകയായിരുന്ന വാഹനങ്ങളൊക്കെ നിർത്തി ആളുകളൊക്കെ അന്വേഷണത്തിൽ സഹകരിച്ചു തുടങ്ങി. ഒരു സ്ത്രീയുടെ നഗ്ന ശരീരം ആ ഭാഗത്ത് ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞറിഞ്ഞ ആളുകളൊക്കെ അവിടെ തടിച്ചുകൂടുകയാണ്. അന്വേഷണത്തിൽ സഹകരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടിയോടുകൂടി അന്വേഷണ സംഘം സാവധാനം ആ വളവിൽ നിന്ന് കാട്ടിനകത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. ആ അന്വേഷണം കാട്ടിനകത്തേക്ക് കയറി അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് അവരുടെ അന്വേഷണത്തിന് ഉത്തരം ലഭിക്കുകയാണ്. താഴെ ഒരു കുഞ്ഞ് പാറയുടെ അടുത്തായി ക്രിസ്റ്റിന്റെ കാറ് ഇടിച്ചു നിൽക്കുന്നത് വ്യക്തമായി മുകളിൽ നോക്കുമ്പോൾ കാണാം. അന്വേഷണ സംഘം താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അന്വേഷണ സംഘത്തിന് എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് ഏകദേശം ധാരണ കിട്ടി. ക്രിസ്റ്റിന്റെ കാറ് വളയുന്നതിന് പകരം നേരെ ഓടിച്ചു കയറിയത് ഒരു മരത്തിലേക്കാണ്. മരത്തിലേക്ക് ഇടിച്ച ക്രിസ്റ്റിന്റെ കാറ് അവിടുന്ന് താഴേക്ക് മറിഞ്ഞ് ഒരു മൺതിട്ടയിൽ ഇടിച്ചു നിൽക്കുകയാണ്. മുകളിൽ നിന്നേ കാറ് കണ്ട അന്വേഷണ സംഘം അതിവേഗം കാറിനടുത്തെത്തി. ക്രിസ്റ്റിന്റെ കാറ് ആ മരത്തിൽ ഇടിച്ചിരിക്കുന്നത് ഡ്രൈവറുടെ സൈഡിലാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റിന് ഇരുന്ന ഭാഗമാണ് മരത്തിൽ ഇടിച്ചു കയറിയിരിക്കുന്നത്. അതിശക്തമായി ഡ്രൈവറുടെ സൈഡ് മരത്തിൽ ഇടിച്ചതുകൊണ്ട് ആ ഭാഗം ശരിക്കും ഞെരുങ്ങിയിട്ടുണ്ട്. അതിനിടയിലാണ് ക്രിസ്ത്യൻ പെട്ടിരിക്കുന്നത്. ആ ഇടിയിൽ തന്നെ ക്രിസ്ത്യൻ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഡ്രൈവറുടെ സൈഡ് അതിശക്തമായി ആ മരത്തിലിടിച്ച് ആ കാർ ആ ഭാഗം മുഴുവൻ ഞണങ്ങിയെങ്കിലും പാസഞ്ചർ സീറ്റിന്റെ ഭാഗം ഒരു സ്ഥലത്തും തട്ടിയിട്ടില്ല. ആ ഭാഗത്തിന് ഒരു കേടും സംഭവിച്ചിട്ടില്ല. ആ പാസഞ്ചർ സീറ്റിൽ 3 വയസ്സുള്ള നിക്കി ബോധമില്ലാതെ കിടക്കുകയാണ്. അവന്റെ പുറത്ത് തുണിയില്ല എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ക്രിസ്റ്റിന്റെ പുറത്തുനിന്നും തുണി കീറിപ്പോയിരിക്കുകയാണ്. നിക്കിയെ കണ്ട പോലീസ് ശരിക്കും ഞെട്ടി എന്ന് തന്നെ പറയാം. നിക്കിയുടെ പുറത്ത് മരങ്ങൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ശൈലിയിലുള്ള പരിക്കുകൾ കാണാറുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ ആ കാര്യം വ്യക്തമാണ്. നിക്കി കാറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 3 വയസ്സ് മാത്രം പ്രായമുള്ള നിക്കി കാറിൽ നിന്ന് പുറത്തിറങ്ങി നടന്ന് റോഡ് സൈഡിലേക്ക് പോയിട്ടുണ്ടാകാനുള്ള സർവ്വ സാധ്യതയും അവരവിടെ കാണുകയാണ്. നിക്കിയെ പരിശോധിച്ച പോലീസിന് ഒരു കാര്യം കൂടി വ്യക്തമായി. നിക്കിക്ക് ഇപ്പോഴും ജീവനുണ്ട്. അടുത്ത നിമിഷം തന്നെ ആംബുലൻസിൽ വിളിക്കപ്പെട്ടു. നിക്കി അതിവേഗം ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ട നിക്കി അപകടനില തരണം ചെയ്തപ്പോൾ ഡോക്ടേഴ്സിനോടും പോലീസിനോടും അവന് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാറ് മരത്തിലിടിച്ച് താഴേക്ക് മറിഞ്ഞപ്പോൾ അവന്റെ അമ്മയെ കുലുക്കി വിളിച്ചു. കുറെ നേരം കുലുക്കി വിളിച്ചിട്ടും അമ്മ പ്രതികരിക്കാതെ വന്നപ്പോഴാണ് അവൻ കാറിൽ നിന്ന് പുറത്തിറങ്ങിയത്. ആ സമയത്ത് അവന്റെ തുണിയെല്ലാം കീറിപ്പോയിരുന്നു. കാറിൽ നിന്ന് പുറത്തിറങ്ങിയ അവൻ മുകളിലൂടെ ഒരു വാഹനം പോകുന്ന പ്രകാശം കണ്ടു. അത് കണ്ടതും അവൻ അവിടെ നിന്ന് ആ മരങ്ങൾക്കിടയിലൂടെ നടന്ന് മുകളിലേക്ക് കയറി. മുകളിൽ കുറെ നേരം കാത്തു നിന്നെങ്കിലും ഒരു വാഹനവും വന്നില്ല. ഭയന്നുപോയ നിക്കി ഉടൻ തിരിച്ച് താഴേക്കിറങ്ങി കാറിനകത്ത് ഒന്ന് കയറിയിരിക്കുകയായിരുന്നു. കാറിനകത്ത് കയറി നിക്കി ആ രാത്രിയിൽ വീണ്ടും അമ്മയെ കുലുക്കി വിളിച്ചു. അമ്മ അനങ്ങിയില്ല. അവൻ അമ്മയെ തന്നെ നോക്കി അവിടെ ഇങ്ങനെ സീറ്റിലിരുന്നപ്പോൾ ഉറങ്ങിപ്പോവുകയായിരുന്നു. ആ രാത്രി കഴിഞ്ഞ് പകലായിട്ടും നിക്കി വാഹനത്തിൽ പുറത്തിറങ്ങിയില്ല.
പുറത്തിറങ്ങാൻ അവന് ശരിക്കും ഭയമായിരുന്നു. അവൻ അവൻ്റെ അമ്മയുടെ അടുത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അവൻ ആ കാറിനകത്ത് കഴിച്ചു കൂട്ടിയത് 5 പകലും 5 രാത്രിയുമാണ്. ആ കാറിനകത്തുള്ള ആ ചൂടിനകത്ത് നിക്കി അങ്ങനെ കഴിഞ്ഞു കൂടിയതുകൊണ്ടാണ് അവൻ യഥാർത്ഥത്തിൽ ജീവനോടെ ഇരുന്നത്. സത്യത്തിൽ നിക്കി എങ്ങനെ ജീവനോടെ രക്ഷപ്പെട്ടു എന്നത് ഒരു വല്ലാത്ത ചോദ്യമാണ്. 3 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടി 5 പകലും 5 രാത്രിയും ആഹാരം പോലും കഴിക്കാതെ, പുതയ്ക്കാൻ ഒരു പുതപ്പ് പോലും ഇല്ലാതെ ആ കാറിനകത്ത്, ആ വനത്തിനകത്ത് ജീവനോടെ കഴിഞ്ഞുകൂടിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. ആ ചോദ്യം നിക്കി വലുതായി വന്നപ്പോൾ നിക്കിയോട് പലരും ചോദിച്ചു. അവൻ്റെ അഭിപ്രായത്തിൽ ഏതോ ഒരു മാലാഹ അവനെ സംരക്ഷിച്ചു എന്നൊരു തോന്നലാണ് അവനുള്ളത്. യഥാർത്ഥത്തിൽ മരണപ്പെട്ട നിമിഷത്തിൽ ക്രിസ്ത്യൻ അവളുടെ മകനെ രക്ഷിക്കാനായി അവസാന പരിശ്രമം നടത്തിയത് കൊണ്ടാകില്ലേ സ്വപ്നത്തിലൂടെ ആണെങ്കിലും അവളുടെ സാന്നിധ്യം അവൾ പലരെയും അറിയിച്ചത്? അല്ലെങ്കിൽ നഗ്ന ബോഡിയായി അവൾ ആ റോഡിന്റെ വശത്ത് കാണപ്പെട്ടതായി ആളുകൾക്കൊക്കെ ഉണ്ടായ തോന്നൽ യഥാർത്ഥത്തിൽ എങ്ങനെയാവും സംഭവിച്ചിരിക്കുക? നിക്കിയുമായിട്ടോ ക്രിസ്റ്റിനുമായിട്ടോ ഒരു ബന്ധവുമില്ലാത്ത ഒരു വീട്ടുകാരി ക്രിസ്റ്റിയെ സ്വപ്നം കണ്ടതും എങ്ങനെയാണ് വിശദീകരിക്കാൻ പറ്റുക? തികച്ചും അസംഭവ്യമായ കുറേയേറെ കാര്യങ്ങൾ അവിടെ സംഭവിച്ചിരിക്കുകയാണ്. പക്ഷേ നിക്കി ജീവനോട് രക്ഷപ്പെടണമെന്ന് ആർക്കൊക്കെയോ നിർബന്ധമുണ്ടായിരുന്നു. ആ തീരുമാനത്തിന്റെ ഫലമായിട്ടാകാം സ്വപ്നമായിട്ടും ആ റോഡിലൂടെ കടന്നു പോകുന്ന ആൾക്കാർക്കുള്ള ഒരു മായിക കാഴ്ചയായിട്ടൊക്കെ ക്രിസ്ത്യൻ കടന്നു വന്നത്. അതിനപ്പുറത്തേക്ക് ഈ സംഭവത്തിനെ എങ്ങനെയാണ് വിശദീകരിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു ഉത്തരവും ആർക്കും ഇല്ല എന്നതാണ് സത്യം. നിക്കി ഇപ്പോൾ വളർന്നു വലുതായി ഒരു സുമുഖനായ യുവാവായി കഴിയുമ്പോഴും നിക്കിയും അതിശയപ്പെടുത്തുന്ന ഒരു ചോദ്യവും അത് തന്നെയാണ്. സത്യത്തിൽ എന്തായിരിക്കാം ജീവനോടെ അവനെ രക്ഷപ്പെടാൻ സഹായിച്ച കാരണങ്ങൾ? ഇതേ സമയത്താണ് കരൺ നിക്കോൾസിന് തിങ്കളാഴ്ച അതിരാവിലെ ആദ്യത്തെ സ്വപ്നമുണ്ടായ സമയത്തെക്കുറിച്ച് നമുക്കൊരു ചിന്ത വരുന്നത്. കരൺ നിക്കോൾസ് ആദ്യം ആ സ്വപ്നം കാണുന്നത് തിങ്കളാഴ്ച അതിരാവിലെ 3 മണിക്കാണ്. കാര്യങ്ങൾ കൂട്ടി ആലോചിക്കുമ്പോൾ അതേ 3 മണിക്കാണ് ക്രിസ്റ്റിന്റെ ആ കാറ് ആക്സിഡന്റ് പെട്ടതെന്ന് കൃത്യമായി പിന്നീട് തിരിച്ചറിയാൻ പറ്റി. കരൺ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് എത്രയെങ്കിലും കിലോമീറ്റർ അകലെയുള്ള ആ ഹൈവേ 50 ആ വളവിൽ ക്രിസ്റ്റിന്റെ കാറ് അപകടപ്പെട്ട അതേ സമയത്ത് തന്നെ കരൺ നിക്കോൾസിന് ആ അപകടം ഫീൽ ചെയ്യായിരുന്നു. ആ അപകടം ഫീൽ ചെയ്ത സമയത്ത് കരന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നത് 2 കാര്യമാണ്. ഒന്ന്, ശക്തമായ ഒരു കാറ്റ്. 2, സഹായിക്കണേ എന്ന് പറഞ്ഞുള്ള ഒരു കരച്ചിൽ. ആദ്യത്തെ 2 ദിവസവും ആ കാറ്റും സഹായിക്കണേ എന്നുള്ള കരച്ചിലുമാണ് കരന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. 3-ാമത്തെ ദിവസമാണ് കുറെ കൂടി വ്യക്തമായ കാഴ്ച കരൺ കണ്ടത്, ക്രിസ്റ്റിനെയും നിക്കിയും. ഈ സംഭവങ്ങളൊക്കെ കൂട്ടി ആലോചിക്കുമ്പോൾ ആളുകൾ എല്ലാവരും ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെയാണ് ഉണ്ടാകുന്നത്. ക്രിസ്ത്യൻ അവളുടെ മരണം നടന്നതിന് ശേഷവും അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് ചോദ്യം. അവളുടെ മകനെ സുരക്ഷിതമായി രക്ഷിക്കുന്നത് കാണാനായി അവൾ അവിടെ തങ്ങി നിൽക്കുകയായിരുന്നു. ആ തങ്ങി നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണോ അവൾ നഗ്ന ബോഡിയായി ആ റോഡരികിൽ ആളുകളുടെ ശ്രദ്ധയിലേക്ക് വന്നത്? ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം കൂടിയാണ് അത്. എന്തായാലും നമുക്ക് മനസ്സിലാകാത്ത ഒരുപാട് സംഭവങ്ങൾ ഈ ഭൂമിയിലുണ്ടെന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് ഞാൻ ഈ കഥ നിങ്ങളോട് പറഞ്ഞത്. ഈ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.